ഹായ്. ഈ വീഡിയോയിൽ നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഫോർ 0 ലെസ് ദൻ എക്സ് ലെസ് ദൻ പൈ ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആസ് എ ഫോറിയർ സൈൻ ഇന്റഗ്രൽ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു പാർട്ട് കൂടി പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. സോ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എഫ് ഓഫ് എക്സിന്റെയും അതുപോലെ ബി ഓഫ് ഒമേഗയുടെയും ഫോർമുലാസ് അങ്ങ് എഴുതാം. അപ്പൊ നമുക്ക് വേണ്ടുന്ന രണ്ട് ഫോർമുലാസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് 0 ടു ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ്സ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 തൊട്ട് പൈ വരെ ഒരു വാല്യൂവും അതുപോലെ പൈ തൊട്ട് വേറൊരു വാല്യൂ ആണ് എടുക്കുന്നത്. അതായത് നമുക്ക് ഈ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ എഫ് എന്ന് പറയുന്നത് എവിടെ വെച്ചാ സ്പ്ലിറ്റ് ആവുന്നത്? പൈയിലാണ് സ്പ്ലിറ്റ് ആവുന്നത്, അല്ലെ? ഇനി നോക്കിക്കേ, 0 ടു പൈ വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. അപ്പൊ ഈ ഒരു റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ 1/2 ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ, അതായത് പൈ തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ എഫ് ഓഫ് എക്സ് വാല്യൂ എന്താണ്? 0 ആണ്. നമുക്ക് ഇവിടെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇന്റഗ്രൽ 0 ടു പൈ പ്ലസ് പൈ ടു ഇൻഫിനിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇന്റഗ്രൽ കൺസിഡർ ചെയ്താൽ മതി? ഇന്റഗ്രൽ 0 ടു പൈ കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബി ഓഫ് ഒമേഗ എങ്ങനെ എഴുതാൻ പറ്റും? 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി നമ്മളിപ്പോ പറഞ്ഞു എന്താണ്? 0 ടു പൈ വരെ കൺസിഡർ ചെയ്താൽ മതി. ഇനി എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? നോക്കിക്കേ, എഫ് ഓഫ് എക്സ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് 0 ടു പൈയില് ഫംഗ്ഷൻ വാല്യൂ 1/2 ആണ്. സോ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 1/2 ഇട്ട് കൊടുക്കുക. ബാക്കി സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു 1/2 നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 1/π ഇന്റഗ്രൽ 0 ടു പൈ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്നല്ലേ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പില് 1/π ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താവും? മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. നമ്മുടെ ലിമിറ്റ്സ് ഇട്ട് കൊടുക്കാം 0 ടു പൈ. അപ്പൊ എക്സിന്റെ സ്ഥാനത്താണ് നമ്മുടെ ലിമിറ്റ്സ് പൈയും 0 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഒമേഗ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒമേഗയെ നമുക്ക് ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 1/π ഒമേഗ. ഇനി നമുക്ക് ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെ? നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് പൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? മൈനസ് കോസ് ഒമേഗ പൈ. ഇനി മൈനസും മൈനസും കൂടി പ്ലസ് ആയി പോവും. കോസ് ഒമേഗ നമ്മുടെ ലോവർ ലിമിറ്റ് ആയ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? 1/π ഒമേഗ ബ്രാക്കറ്റില് മൈനസ് കോസ് ഒമേഗ പൈ പ്ലസ് കോസ് 0 എന്ന് വരും. കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഫൈനൽ ആയിട്ട് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ പൈ ഒമേഗ എന്ന ബി ഓഫ് ഒമേഗ കിട്ടും. അപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് എക്സിൽ ബി ഓഫ് ഒമേഗ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ നമുക്ക് കിട്ടിയത് എന്താണ്? 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ പൈ ഒമേഗ. ബാക്കി ഈ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്നത് ഒമേഗയാ, ഡി ഒമേഗയാണ്, അല്ലെ? അപ്പൊ ഒമേഗയുടെ ടേംസിനെ മാത്രം നമുക്ക് ഇന്റഗ്രലിന്റെ അകത്ത് ഇട്ടിട്ട് ബാക്കി കോൺസ്റ്റന്റ്സ് ഉള്ളതിനെ പുറത്തേക്ക് ഇടാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു പൈ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ കോൺസ്റ്റന്റ് കിടപ്പുണ്ട്. അതായത് നമുക്ക് 1/π ഇനി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇന്റഗ്രൽ എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അതായത് ഒമേഗ ഉള്ള ടേംസിനെ നമ്മൾ ഇന്റഗ്രലിന്റെ അകത്തിട്ടു, കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എഫ് ഓഫ് എക്സിനെ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആക്കി റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ഈ ഒരു സെക്കൻഡ് പാർട്ട് കൂടി പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ എൽ എച്ച് എസ് ഒന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് പൈ ലാംഡ ബൈ ലാംഡ സൈൻ ലാംഡ എക്സ് ഡി ലാംഡ. അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയ എഫ് ഓഫ് എക്സില് ഈ ഒരു പാർട്ട് അല്ലേ നമ്മുടെ എൽ എച്ച് എസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ചെറിയൊരു ഡിഫറൻസ് കൂടിയുണ്ട്. ഈ ഒമേഗയുടെ സ്ഥാനത്തെല്ലാം ക്വസ്റ്റ്യനിൽ നമുക്ക് ലാംഡയാണ് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാം എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫ് ഓഫ് എക്സിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഞാൻ ഈ കിടക്കുന്നതിനെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുകയാണ്. അപ്പൊ എന്ത് വരും? 1/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. അതായത് ജസ്റ്റ് ഞാൻ റൈറ്റ് സൈഡിൽ കിടന്നതിനെ ലെഫ്റ്റിലോട്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഈ ഒരു പാർട്ട് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത് അല്ലെ. അപ്പൊ ഈ 1/πനെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും, ഇന്റഗ്രൽ 0 to ∞ 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു 1/π റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, പൈ ആവും ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ നോക്കിക്കേ, നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 0 <x <πയിൽ 1/2 എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആവുമ്പോൾ 0 ആണ്. സോ അതിനെ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താലോ, പൈ ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 ഫോർ 0 <x <π ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഓൾമോസ്റ്റ് നമ്മുടെ ആൻസർ ആയി. പക്ഷെ ക്വസ്റ്റ്യനിൽ എക്സ് ഈക്വൽ ടു പൈയിലെ ഫംഗ്ഷൻ വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതായത് എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് പൈ കൂടി കണ്ടുപിടിച്ചാലേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുകയുള്ളൂ. അപ്പൊ എഫ് ഓഫ് പൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എഫ് ഓഫ് പൈ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. എഫ് ഓഫ് പൈ മൈനസ് പ്ലസ് എഫ് ഓഫ് പൈ പ്ലസ് ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പൊ എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, 0 തൊട്ട് പൈ വരെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1/2ഉം പൈ തൊട്ട് ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വാല്യൂ 0 ആയിരുന്നു. അപ്പൊ എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വാല്യൂ, അതായത് പൈയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്, ഈ ഒരു റീജിയനാണ് വരുന്നത്. അതായത് 1/2 ആണ് നമുക്ക് അവിടെ ഫംഗ്ഷൻ വാല്യൂ വരുന്നത്. അതുപോലെ എഫ് ഓഫ് പൈ പ്ലസ് എന്താന്ന് നോക്കിയേ, അതായത് പൈയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ ഒരു റീജിയൻ ആണ്. സോ ഈ ഒരു റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ എഫ് ഓഫ് പൈ പ്ലസ് എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് പൈ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ഫോർമുല അനുസരിച്ച് എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറയുമ്പോൾ 1/2 പ്ലസ് എഫ് ഓഫ് പൈ പ്ലസ് എന്ന് പറയുന്നത് 0/2. അതായത് നമുക്ക് എഫ് ഓഫ് പൈ 1/4 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എഫ് ഓഫ് പൈ കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, നമുക്ക് ഫൈനലി ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ ഇന്റഗ്രൽ 0 to ∞ 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു പൈ ഇൻറ്റു 1/2 ഫോർ 0 <x <π. ഇനി നമ്മൾ എക്സ് ഈക്വൽ ടു പൈയിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫംഗ്ഷൻ വാല്യൂ എത്രയായിരുന്നു, 1/4 ആണ്. അതിവിടെ എഴുതുക. ലാസ്റ്റ് എക്സ് ഗ്രേറ്റർ ദാൻ പൈയില് ഫംഗ്ഷൻ വാല്യൂ 0 എന്ന് കൂടി എഴുതാം. ഇനി നമ്മൾ ഫൈനലി എന്താ ചെയ്യേണ്ടുന്നത്, ഇവിടെ ഒരു പൈ കിടക്കുന്നത് കണ്ടോ, ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, π/2 ഫോർ 0 <x <π, π/4 ഫോർ എക്സ് ഈക്വൽ ടു പൈ ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്, നമ്മുടെ ഒമേഗയുടെ സ്ഥാനത്തെല്ലാം ലാംഡയാണ് കിടക്കുന്നത്. നമുക്ക് ഒമേഗയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം, ലാംഡ ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള പോലെ നമ്മുടെ ആൻസർ കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോറിയർ ഇന്റഗ്രൽ യൂസ് ചെയ്തുകൊണ്ട് ഈ തന്നിരിക്കുന്നതിന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളോട് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണോ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ അങ്ങ് ചൂസ് ചെയ്യണം. അതിനെ എങ്ങനെയാ ചൂസ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് കിടക്കുന്നത് നോക്കുക. അപ്പൊ ഇവിടെ 0 <x <1 നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്, 1/2 പൈ എക്സ്. അത് ഇവിടെ നമുക്ക് ആദ്യം എഴുതാം, 1/2 പൈ എക്സ് ഫോർ 0 <x <1. ഇനി നമ്മൾ എഫ് ഓഫ് എക്സിനെ എഴുതുമ്പോൾ ഈ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ആ ഒരു സാധനം ഇപ്പൊ എഴുതണ്ട, അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്താൽ മതി. അടുത്തത് നമ്മൾ എന്താ എഴുതുന്നത്, എക്സ് ഗ്രേറ്റർ ദാൻ 1 നമ്മുടെ വാല്യൂ 0 ആണെന്ന് കൂടി എഴുതാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1. എഫ് ഓഫ് എക്സിനെ നമ്മൾ എഴുതുമ്പോൾ അവിടെ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഇന്റർവെൽസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു പൈ ഇങ്ങനെയുള്ളതൊക്കെ തരുവാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്, അതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റിപ്രസെന്റേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഫോറിയർ കൊസൈൻ ആണോ സൈൻ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ എക്സ് ഒമേഗ, അതായത് സൈൻ എക്സ് ഒമേഗ എന്ന് പറയുന്നത് സൈൻ ഒമേഗ എക്സ് തന്നെയാണ്, ആ ടേം ഉണ്ട്. പക്ഷെ ഇവിടെ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്ന ടേം ഉണ്ടോ നോക്കിക്കേ, ഒമേഗ കോസ് ഒമേഗ ഉണ്ട്, പക്ഷെ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല. അതായത് സൈൻ ഒമേഗ എക്സിന്റെ ടേം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആയിരിക്കും. ഇപ്പൊ എഫ് ഓഫ് എക്സിന്റെ ബി ഓഫ് ഒമേഗയുടെയും ഫോർമുലാസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്റഗ്രൽ 0 to ∞ അല്ലേ ബി ഓഫ് ഒമേഗയില്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ലൈൻ വരയ്ക്കാം. ഇനി തുടക്കത്തിൽ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തതനുസരിച്ച് 0 തൊട്ട് 1 വരെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്,
1/2 പൈ എക്സ് ആണ്. അതുപോലെ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 0 തൊട്ട് 1 വരെയും 1 തൊട്ട് ഇൻഫിനിറ്റി വരെയും. ഇതിൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ 0 ടു 1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്നുള്ളത് ഇപ്പം 0 ടു 1 ആയി. ആ റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് വാല്യൂ എന്താണ്? 1/2 പൈ എക്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച്. ഇനി ബാക്കി എന്താണ്? സൈൻ ഒമേഗ എക്സ് ഡി എക്സ് കൂടി എഴുതാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 1/2 പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2/π ഇൻറ്റു അകത്തുണ്ടായിരുന്ന 1/2 പൈനെ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 ടു 1 എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടുന്ന് ഈ 2ഉം 2ഉം പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഈ ഒരു പാർട്ടിൽ സോൾവ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്റഗ്രൽ എക്സ് സൈൻ ബി എക്സ് എന്നുള്ളൊരു ഫോർമുല കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ എഴുതിയാൽ മതി? മൈനസ് എക്സ് കോസ് ബി എക്സ് ബൈ ബി പ്ലസ് സൈൻ ബി എക്സ് ബൈ ബി സ്ക്വയർ. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എന്താണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുലയാണ്. ഈ ഇന്റഗ്രൽ എക്സ് സൈൻ ബി എക്സ് എന്ന് പറയുമ്പോൾ രണ്ടും എന്താണ്? എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് അതിന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫോർമുല അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ഈ ഒരു ഫോർമുല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്താവും? ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുല അനുസരിച്ച്, അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് കോസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ഒമേഗയാണ്. അപ്പൊ മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ? 0 ടു 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എക്സിന്റെ സ്ഥാനത്തല്ല എന്ത് ഇട്ട് കൊടുക്കണം? നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കാം. അപ്പർ ലിമിറ്റ് ആയ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 1 കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. അതായത് എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 ഇട്ടപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് വേണം? എക്സിന്റെ സ്ഥാനത്തെല്ലാം ലോവർ ലിമിറ്റ് ആയ 0 ഇട്ട് കൊടുക്കണം. അതായത് നമുക്ക് എന്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ടിട്ട് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? ആദ്യത്തെ ടേം, ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താവും? എക്സിന്റെ സ്ഥാനത്ത് 0 ആയി പോകും അല്ലെ? പിന്നെ സെക്കൻഡ് ടേം നോക്കിക്കേ, ഇവിടെ സൈൻ ഒമേഗ എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് വരും ബൈ ഒമേഗ സ്ക്വയർ. അതായത് ഈ സൈൻ ഒമേഗ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താ? സൈൻ 0. സൈൻ 0 എന്ന് പറയുന്നത് എന്താ? അതും 0 ആണ്. അതായത് ഫൈനലി നമുക്ക് ഈ ഒരു പാർട്ട് മാത്രമേ വരുത്തുള്ളൂ. അതായത് മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. അപ്പൊ ഇതാണ് നമുക്ക് ബി ഓഫ് ഒമേഗ കിട്ടുന്നത്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കണ്ടേ ബി ഓഫ് ഒമേഗ? അപ്പൊ ഞാൻ ബി ഓഫ് ഒമേഗ ഇവിടെ ഇട്ട് കൊടുത്താണ്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ. ഇത് ഇത്രയായിരുന്നു നമ്മുടെ ബി ഓഫ് ഒമേഗ. ബാക്കി സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ അല്ലേ? ഇതായിരുന്നു നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടുന്നത് എന്താ? ഒരു കാര്യം പ്രൂവ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പാർട്ടിനെ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇനി നോക്കിക്കേ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? 1/2 പൈ എക്സ് ആണ് ഫോർ 0 ലെസ് ദൻ എക്സ് ലെസ് ദൻ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദൻ 1 ആകുമ്പോൾ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ആൻസർ ആയി. പക്ഷെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ എക്സ് ഈക്വൽ ടു 1 വാല്യൂ കൂടി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് 1 മൈനസ് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. എഫ് ഓഫ് 1 മൈനസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്തു, 0 ടു ഇൻഫിനിറ്റി 1 സ്പ്ലിറ്റ് ആവുന്നത്. 1 മൈനസ് എന്ന് പറയുമ്പോൾ 1ന്റെ ലെഫ്റ്റ് സൈഡിലെ റീജിയൻ ആണ് നോക്കണ്ടേ. അപ്പൊ 0 ടു 1 വരെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താ? 1/2 പൈ എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് 1 മൈനസ് എന്ന് പറയുമ്പോൾ ആ റീജിയനിൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് കൊടുക്കണ്ടേ? 1/2 പൈ എക്സ് ആണ്. എക്സിന്റെ സ്ഥാനത്ത് എന്താ നമ്മളിപ്പോ കൊടുക്കുന്നത്? 1 അല്ലേ? അപ്പോൾ 1/2 പൈ ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താവും? 1/2 ഇൻറ്റു പൈ, അതായത് π/2 എന്ന് കിട്ടും. അതുപോലെ എഫ് ഓഫ് 1 പ്ലസ് എന്താണ്? 1ന്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് വേണ്ടത്. അവിടെ എന്താ? നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച്. അപ്പൊ അവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ഫോർമുല എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താകും? ഈക്വൽ ടു
π/2 പ്ലസ് 0/2 എന്ന് കിട്ടും. അതായത് π/4 എന്നാണ് നമുക്ക് f(1)ന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ f(1)ഉം കൂടി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരുന്ന ഈ ഒരു ഫോർമുലയിൽ എന്തും കൂടി ഇട്ട് കൊടുത്താൽ മതി. x=1ലെ വാല്യൂ കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റീറൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity sin omega by omega square minus cos omega by omega sin omega x d omega equal to 1/2 pi x for 0 less than x less than 1. ഇനി നമ്മുടെ മുകളിലത്തെ ഈ ഫോർമുലയിൽ x=1 എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ x=1ൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്തായിരുന്നു? π/4. അതിട്ട് കൊടുക്കുക. പിന്നെ x>1 ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 0യും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേ, നമ്മുടെ ഫൈനൽ ആൻസർ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടേ? sin ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്നാണ്. അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് നമ്മളൊന്ന് LCM എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഇപ്പൊ LCM എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇന്റഗ്രൽ 0 to infinity sin ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടേം ഉണ്ടല്ലോ, കോസ് ഒമേഗ ബൈ ഒമേഗ, അവിടെ എന്ത് ചെയ്താൽ മതി? ഒരു ഒമേഗയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെയല്ലേ LCM എടുക്കുന്നത്? സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു പാർട്ടിൽ നമ്മുടെ ഡിനോമിനേറ്റർ ആയ ഒമേഗ സ്ക്വയറിനെ ഒരുമിച്ച് ഇട്ടാൽ മതി. അതായത് ഇന്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്.